മുകേഷ്, നോബിൾ തോമസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു ഫിലിപ്സ്. തിയേറ്ററിൽ മോശമല്ലാത്ത അഭിപ്രായം നേടിയെടുത്ത ചിത്രത്തിന് പക്ഷെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. മുകേഷ് എന്ന നടനെ പരമാവധി ഉപയോഗിച്ച സിനിമയാണ് ഫിലിപ്സ് എന്നാണ് സിനിമ കണ്ട പ്രേക്ഷകർ പറയുന്നത്. മുകേഷിന്റെ ഓൺ സ്ക്രീൻ തമാശകളും ഇമോഷൻസും തുടങ്ങി അഭിനയ മുഹൂർത്തങ്ങൾ നന്നായി തന്നെ എൻഗേജ് ചെയ്തുകൊണ്ടുപോകാൻ സംവിധായകന് സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മെ വിട്ടുപിരിഞ്ഞ ഇന്നസെന്റ് എന്ന മഹാപ്രതിഭയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയായിരുന്നു ഫിലിപ്സ്. മരിക്കുന്നതിന് മുൻപ് ഇന്നസെന്റ് അവസാനമായി അഭിനയിച്ച മുഴുനീള ചിത്രമായിരുന്നു ഫിലിപ്സ്. ഫിലിപ്സിലെ ഇന്നസെന്റിന്റെ മണിയങ്കിൾ നല്ലൊരു കഥാപാത്രമായിരുന്നു. ഫിലിപ്സ് കുറച്ചു ദിവസം മുൻപാണ് OTTയിൽ റിലീസ് ചെയ്തത്. സിനിമ റിലീസ് ആകുന്നതിന് മുൻപ് തന്നെ ഇന്നസെന്റ് മരണപ്പെട്ടിരുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് ഇന്നസെന്റ് തന്നെയാണോ സിനിമയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്തിരിക്കുന്നതെന്നാണ്. എന്നാൽ ഫിലിപ്സിൽ ഇന്നസെന്റ് അല്ല ഡബ്ബ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ച് അഭിനയിച്ച ചിത്രത്തിന് ഡബ്ബ് ചെയ്യാൻ അവസാന നിമിഷങ്ങളിൽ ഇന്നസെന്റിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മിമിക്രി താരമായ കലാഭവൻ ജോഷിയാണ് ഇന്നസെന്റിന് വേണ്ടി ഡബ്ബ് ചെയ്തത്. തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലാണ് കലാഭവൻ ജോഷി ഇന്നസെന്റിന് വേണ്ടി മനോഹരമായി തന്നെ ഡബ്ബ് ചെയ്തിരിക്കുന്നത്. ഇന്നസെന്റിന്റെ ശബ്ദം അനുകരിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതൊക്കെയും പൂർണ്ണ ആരോഗ്യവാനായുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരനായ ഇന്നസെന്റിന്റെ ശബ്ദമായിരുന്നു. എന്നാൽ ഫിലിപ്സിലെ മണിയങ്കിൾ ഇത്തിരി പ്രായം ചെന്ന ആളാണ്. അത് മനോഹരമായി തന്നെയാണ് ജോഷി ചെയ്തിട്ടുള്ളത്. ദി മാവേലിക്കൊമ്പത്ത്, ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്നീ ഓഡിയോ കാസറ്റിൽ ദിലീപിന് ശേഷം ഇന്നസെന്റിന്റെ ശബ്ദം അവതരിപ്പിച്ചത് കലാഭവൻ ജോഷിയായിരുന്നു. ഇന്നസെന്റിന്റെ ശബ്ദം അവതരിപ്പിച്ചതിന് ജോഷിയെ തേടി നിരവധി പുരസ്കാര നേട്ടങ്ങളും എത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ ആ മഹാനടന്റെ ശബ്ദം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചപ്പോഴുള്ള അനുഭവം ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് കലാഭവൻ ജോഷി. ഫിലിപ്സിന്റെ ഡബ്ബിംഗ് സമയത്ത് ഇന്നസെന്റിന്റെ ആത്മാവ് തന്റെ ഒപ്പമുള്ളതുപോലെ തോന്നിയെന്നാണ് കലാഭവൻ ജോഷി പറയുന്നത്. ഫിലിപ്സിലെ ഡബ്ബിംഗ് കേട്ടിട്ട് ഇന്നസെന്റിന്റെ വീട്ടുകാർ വിളിച്ചപ്പോഴുള്ള അനുഭവവും ജോഷി പങ്കുവെക്കുന്നുണ്ട്. ഒരുപാട് നിരൂപകർ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞുവെന്നും അതിന് ദൈവത്തോട് താൻ നന്ദി പറയുന്നുവെന്നും കലാഭവൻ ജോഷി പറയുന്നു. ഇന്നസെന്റിന്റെ വീട്ടുകാർ തന്നെ വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞുവെന്നും ജോഷി കൂട്ടിച്ചേർത്തു. അത് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരമായി കരുതുന്നുണ്ടെന്നും ജോഷി വ്യക്തമാക്കി. ഫിലിപ്സ് എന്ന സിനിമയിൽ പല വികാരങ്ങളിൽ ശബ്ദം കൊടുക്കണമായിരുന്നു. പടം കണ്ടിട്ട് ഇന്നസെന്റിന്റെ മകൻ ചോദിച്ചത് അതിലെവിടെയെങ്കിലും അപ്പച്ചൻ ശബ്ദം കൊടുത്തിട്ടുണ്ടോ എന്നാണ്. ഇല്ല, അത് ജോഷി തന്നെയാണ് മുഴുവൻ ചെയ്തതെന്നാണ് അപ്പോൾ അണിയറ പ്രവർത്തകർ ഇന്നസെന്റിന്റെ മകനോട് പറഞ്ഞത്. ഇന്നസെന്റ് എന്ന നടനില്ലെങ്കിൽ കലാഭവൻ ജോഷി എന്ന ആളില്ല എന്നാണ് ജോഷി പറയുന്നത്. 1995 ജോഷി ആദ്യമായി മിമിക്രി രംഗത്തേക്ക് എത്തുന്നത്. കളമശ്ശേരി രഘുവാണ് തന്നെ കണ്ടെത്തിയതെന്നും ജോഷി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ആദ്യമൊക്കെ ഒരു മോഡുലേഷനിൽ തന്നെയായിരുന്നു അനുകരിച്ചിരുന്നതെന്നും പിന്നീട് കാലക്രമേണ ശബ്ദത്തിൽ ഓരോരോ മോഡുലേഷൻ കൊണ്ടുവന്നുവെന്നും അങ്ങനെ 1-2 പ്രോഗ്രാമുകൾ വളരെയധികം ഹിറ്റായി മാറിയെന്നും അതൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണെന്നും കലാഭവൻ ജോഷി പറയുന്നു. നായർ കഥാപാത്രങ്ങളാകുമ്പോൾ ഇന്നസെന്റ് അതിനനുസരിച്ച് ശബ്ദം മാറ്റുമെന്നും ഓരോ സിനിമയിലും ഇന്നസെന്റ് ഓരോ ശൈലിയാണ് കൊണ്ടുവരുന്നതെന്നും ഇന്നസെന്റ് വെറുമൊരു തമാശക്കാരനല്ല, ഒരു ലെജൻഡ് ആണെന്നും കലാഭവൻ ജോഷി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഒടുവിൽ മുകേഷിന്റെ കഥാപാത്രത്തോട് പറഞ്ഞ ഒരു ഡയലോഗ് വല്ലാതെ ഉള്ളിൽ തട്ടിയെന്നും അദ്ദേഹത്തിന്റെ അവസാന സിനിമയിൽ ശബ്ദം കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞതൊരു നിമിത്തമാണെന്നും കലാഭവൻ ജോഷി പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.